എടോ പറ്റടുത്ത സാറേ, തന്നാട് ഞാൻ എന്നതാണ് പറഞ്ഞത്? മുതലാളി എന്നോട് പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണം? ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയതല്ലേ? പോയ എന്നായെങ്കിലും കൊണ്ടുവാ. ഓ പറയടോ. മുതലാളി എന്നോട് പലതും പറയാറുണ്ട്, അതിലേതാണെന്ന് വെച്ചിട്ട്. എടോ, തന്റെ കൈ ഞാൻ ഒപ്പിട്ട് തന്ന ചെക്കല്ല എവിടെ? ഓ ചെക്കോ, അത് ഇതിലുണ്ട്. അത് തന്റെ മറ്റടുത്ത് വെച്ചിട്ടാ മതിയാ. എടോ, അവർക്കെല്ലാം തെരഞ്ഞെടുപ്പ് വരികയല്ലേ. ഓരോരുത്തന്റെ ആഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ തന്റെ കൈ ചെക്ക് ഒപ്പിട്ട് തന്നത്. അതെ. കാണാഞ്ഞിട്ടൊരു കൂട്ടരുതേ ഇപ്പൊ വിളിച്ചു ചോദിച്ചിരിക്കുന്നു ഫോണേ. അത് സാരില്ല മുതലാളി, ഓരോ പാർട്ടിയുടെയും ഇലക്ഷൻ ഓഫീസിൽ ഇന്ന് തന്നെ ചെക്ക് എത്തിച്ചേക്കാം. അതുപോലെ മറക്കരുതും. പിന്നെ ജീപ്പും കാറും ആരിക്കെല്ലാം വേണമെന്ന് ചോദിച്ചണ്ട് പോന്നം. നമ്മുടെ ഉള്ളിടത്തോളം കൂടെ പോരാതെ വന്നാ വാടകക്ക് എടുത്ത് കൊടുക്കണം. ഇല്ലെന്ന് പറയരുതും. ശരി മുതലാളി. ഇന്നലെ നമ്മക്കൊരു പുത്തങ്കാർ വന്നിട്ടുണ്ടല്ലോ, എന്നതാണ് അതിന്റെ പേര്? പോരട്ടെ 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 പോരട്ടെ. നാക്കിന്റെ തുമ്പത്തിരിക്കണ്. മെഴ്സിയുടെ ഇറക്കി വീട് മുതലാളി. പോരട്ടെ. പോരട്ടെ പോരട്ടെ പോരട്ടെ. ഒടിഞ്ഞ് പോരട്ടെ. മെനുസസ് എന്താന്ന് ചിരിക്കണ? മുതലാളി ഇപ്പൊ ഈ പറഞ്ഞത് നമുക്കുള്ളതല്ല, അത് വേറെ പാർട്ടിയുടേതാ. നമ്മുടേതിന്റെ പേര് മെഴ്സിഡസ് ബെൻസ് എന്നാ. എന്നാ കശവിശയെങ്കിലും ആകട്ടെ. എന്ത് പൊങ്ങച്ചമായിരുന്നു പൊന്നാങ്ങളെ കുറിച്ച്. മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം, മമ്മിക്ക് എസ്റ്റേറ്റ്, ഡാഡിക്ക് ബിസിനസ്. ഇങ്ങനെ മാപ്പം വാങ്ങി വരുമെന്ന് ഞാൻ അറിഞ്ഞോ? ആവശ്യത്തിനുള്ള പേപ്പർ കയ്യിലില്ലാത്തോണ്ടാണ് കോപ്പം കൊടുത്തിങ്ങോട്ട് വിട്ടത്. എടി, എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പ്രവാസി കൂടി നമ്മൾ പോറ്റേണ്ടി വരും. അവൻ അടുത്തെങ്ങാൻ ഉണ്ടോ? മക്കളുടെ കാര്യം ഓർക്കുമ്പോഴാ. ആഗ്രഹം ലഘൂകരിച്ചാൽ ആരോഗ്യം നിലനിർത്താം. നമുക്കവരെ നാടൻ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം. കപ്പയും മീനും കൊടുക്കാം. ഡാഡി ലിഫ്റ്റിലും മക്കള് തറയിലും. നമുക്ക് ആകാശം നോക്കി സുഖമായി ഉറങ്ങാം. നടക്കാനറിയാം. അടുപ്പിൽ തീ പോകണമെങ്കിൽ ഞാൻ വേണം. നിങ്ങളെന്താ വെറുവുള്ളിയാണോ? ഒന്നുമില്ല. നേരെ നേരത്തിന് എത്തിക്കോളും. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ജന്മം കിട്ടിയ ഭാഗ്യം. ഭൂമി വളർന്നതോ ആകാശം ഇടിഞ്ഞു വീണതോ ഒന്നും എവരറിഞ്ഞില്ല. നാടില്ലാത്തവൻ ആനെ വാങ്ങാൻ മെനക്കെടരുത്. ഏത് നാട്? ഏതാനാ? അല്ലെങ്കിൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കെട്ടിയോളം താങ്ങി നടക്കുന്നതല്ലേ നീയൊക്കെ? ഒന്നും പറയണ്ട. എന്താണ് നോക്കുന്നത് അത്തിനെ പോലെ? ഒന്നുമില്ല. ഇന്നലെ വ്യാഴം, നാളെ ശനി. അപ്പൊ ഇന്നോ? പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയാ ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കോ മണ്ണ് വാരി അടിക്കും ഞാൻ വായില്. ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ? അണ്ണൻ വെളിവിട്ടിറങ്ങി വരി. നീ പണ്ടൊക്കെ പെരിച്ചാലി പോലും നിമിരിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനു സാർ. അങ്ങയുടെ കാറില് രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ? അല്ലല്ല, ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് വരി അണ്ണ, വീടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ. അല്ലല്ല, കിടക്കണ. എന്റെ മുടിപ്പര അമ്മച്ചിയാണ്. കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെൻസ് 555 വലിക്കുന്നതാണ്. അയ്യോ, അത് വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മുതലാളി. എന്റെ മുതലാളി എവൾ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ട? അല്ല. കേട്ടോ ശരിയാണോ? ഇവിടെ കാറിൽ ഇറങ്ങിയെന്ന് ഇറങ്ങിയെങ്കില് ഇപ്പൊ ഷുവറായില്ലേ? ഓള് പോക്കാണെന്ന് ഞമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. എന്തൊരു സത്യാവസ്ഥ? പെണ്ണ് കയറി കൊളുത്തി. പ്രേമം ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചൂട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? കാശിന്റെ കാര്യം, എന്റെ കാശ്
കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയിട്ട് നോട്ടീസ് പബ്ലിസിറ്റിയില്ല. ഒരു തയ്യക്കാരനുള്ളത് ആരും ഇന്റർനാഷണൽ തയ്യക്കാരനോ പ്രസി കൊടുത്ത മാറ്ററിൽ അവിടെ അയാൾ കൊണ്ട് മറ്റിടത്തോണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു തിരക്കാണ് വിട്ടിരിക്കുന്നത്. അടച്ച് പൂട്ട് ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായേ? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ അതിന്റെ രണ്ടാം ഭാഗം. എന്റെ ഈശ്വര, ഈ വയസ്സുകാലത്ത് എന്ത് അഭ്യാസാ നീ കാണിക്കുന്നത്? അപ്പുറത്തും ഇപ്പുറത്തുള്ള മനുഷ്യരെ നോക്കി ചിരിക്കും. സ്വന്തം ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറയാൻ പറ്റുമോ? പറയുന്നവർക്കായിരിക്കും ഭ്രാന്ത്. എനിക്ക് ഒന്ന് സ്ലിം ആവണം. എന്നിട്ട് എന്തിനാ? അല്ല, പുതിയ കല്യാണാലോചന വല്ലതും ഉണ്ടോ? എനിക്ക് സൊസൈറ്റിയിലൊക്കെ ഒന്ന് മൂവ് ചെയ്യണം. ആ, അത് ശരിയാണ്. സ്ലിം ആയാൽ മൂവ് ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വ്യായാമം ഇല്ലാതെ പറ്റില്ല. കളിക്കപ്പൂ, എന്താ അപ്പു നെറ്റടിച്ചത്? എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാണാനുണ്ട്. ഞായറാഴ്ച ആയിട്ടോ? നീ വേഗം കമലാ തിയേറ്ററിൽ പോയി മോർണിംഗ് ഷോയ്ക്ക് 2 ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിൽക്ക്. ഞങ്ങൾ വന്നേക്കാം. ചന്ദ്രേട്ടൻ റെഡിയാവുന്നില്ലേ? ഒന്ന് പോയി കുളിച്ചേ. ഫുള്ളായി പോച്ച് ഒന്ന് കൊടുക്ക സാർ. മൈ ഗോഡ്, ക്ലോസ് ചെയ്ത് പോയി. ഇനി എന്ത് ചെയ്യും? കഷ്ടായിപ്പോയി. ഹലോ, എന്താ ഇവിടെ? സിനിമയ്ക്ക് വന്നതാ. ഹൗസ്ഫുൾ ആയി. ഓഹോ, സിനിമ കാണുന്നുണ്ടോ? ഹൗസ്ഫുൾ അല്ലേ? ഇവിടെ വരെ വന്നിട്ട് സിനിമ കാണാതെ പോകുന്നത് മോശല്ലേ? അതിന് ടിക്കറ്റ് ഇല്ലല്ലോ. ഒന്നും പ്രശ്നമല്ല, 2 വേണ്ടു. ആ, ഈ തിയേറ്ററിന്റെ ഓണർ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാ. ജസ്റ്റ് എ മിനിറ്റ്. ആരാ? ടെലിഫോൺ ബൂത്തിൽ വെച്ച് പരിചയപ്പെട്ടതാ. അപ്പോ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ വലിയൊരു ഉദ്യോഗസ്ഥനാ. ഓഹോ, ഇവിടെ മാത്രമല്ല, ഈ സിറ്റിയിലെ ഏത് തിയേറ്ററിൽ എപ്പോ ടിക്കറ്റ് വേണമെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ. ഐ എം സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. എന്റെ പേര് മാലതി, സിറ്റി ഹോസ്പിറ്റലിലെ നഴ്സാ. ഞാനിവിടെ മിസ്റ്റർ അപ്പുവിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒന്നിച്ചാ താമസിക്കുന്നത്? അതെ, ഇവിടെ ആഴ്വപ്പെട്ട വിമൻസ് ഹോസ്റ്റലില്. കേറുന്നില്ലേ? സമയായി, തുടങ്ങാറായി. മിസ്റ്റർ അപ്പു പടം കാണുന്നില്ലേ? എനിക്ക് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. എന്താ ജോക്കർ? ജോക്കർ വരുന്നുണ്ട്. ഇതാ അശ്ലീലം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇരുന്നു അവസാനം മാവുണ്ണാൻ നേരത്ത് കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കുകയുള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീൽസ് ഇല്ലാതെ കയറുന്നോട്ടാ തട്ടാ നിൽക്കുമ്പോ ഓരോരുത്തൻ പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം റിഹേഴ്സൽ നടത്താം നിന്റെ ഒത്ത്. മറ്റേതല്ല, നവീനം. അത് വേണ്ട, രാമായണം പഴയ രൂപത്തിൽ. രാമായണം പഴയ രൂപത്തിൽ തന്നെ, എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ അവക്കൊരു കുറവ്? എന്താ അവക്ക് ഇനി കുറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ഭൂലോക സുന്ദരി, ആചാന ബാഹു, അന്ന നട. ശരിയാ, ഓളെ പിടിച്ച് സീതയാക്കിയാലേ ഇവൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ പോലെ അപ്പൊ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? 1 അല്ല 9 സീതയെ കിട്ടും, തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ്. കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ശ്രീരാമൻ മാറണം. എന്താ? എന്നിട്ട് എന്തോ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേരെ ഇതാ. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വളരെ പിള്ളേർ പറയുന്നതിലും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണി കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്.
ആരാ അലവലാതി? നിന്റെ കാര്യമല്ല. പിന്നെ നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാതി. ഓ ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാനാണോ അലവലാതി? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് വേണ്ട. ആരാണ് ശ്രീരാമനാകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. വരാട്ടെ. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ ഏഴാങ്കൂല? എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ആ ചേട്ടൻ തന്നെ ഐശ്വര്യായിട്ട് ഒരെണ്ണം എടുത്താൽ. ആ എടി കേട്ടോ, ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് നമ്മളെ എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. ഇങ്ങോട്ട് നോക്കട്ടെ. അല്ല ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. പിന്നെ ശ്രീരാമൻ കെട്ടില്ല, ലക്ഷ്മണൻ കെട്ടതും. ഇത് ചെലപ്പം പിള്ള, ഇത് ചെലപ്പം പിള്ള, ഇത് ചെലപ്പം പിള്ള, എല്ലാം ചെലപ്പം പിള്ള. ഇത് മറ്റേ ഏർപ്പാട് ഇവിടെ കഴിഞ്ഞു. ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇതെന്താണല്ലോ? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ പിന്നെ ഉണക്കമ്മിന് കളി അടിച്ച് അടിച്ച് കണ്ണിന് സിൽവർ നമ്മൾ കൂട്ടി. നമസ്കാരം. 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 ആരാണാവോ? ഞാൻ വിഷ്ണു. ഞാൻ തോമസ് കുട്ടി. മംഗലശ്ശേരിയിലെ സുഭദ്ര കുഞ്ഞമ്മയുടെ മകനാണ് ഞാൻ. അയ്യോ, സുഭദ്ര കുഞ്ഞമ്മയുടെ മകനാണോ? ആ, അയ്യോ, ഇത് ആദ്യം പറയണ്ടേ? കേറി വാ. ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. എടിയാ കസരയും എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 18 വർഷം മുമ്പ് സുഭദ്ര കുഞ്ഞമ്മയുടെ കയ്യെ തൂങ്ങി ദാ ഇത്രയുള്ളൊരു കുട്ടി. ഞാനും കണ്ടിട്ടുണ്ട്. അന്ന് അമേരിക്കയിൽ പോയ ശേഷം പിന്നെ സുഭദ്ര കുഞ്ഞമ്മ നാട്ടിൽ വന്നിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അതറിയാം. വന്നാലും പുറത്തിറങ്ങില്ലല്ലോ. വീട് നോക്കുന്ന മത്തായി പറയും. മത്തായി ചേട്ടൻ അളിയനാ താമസൂട്ടി. അളിയനിപ്പോ നാട്ടില. ഇപ്പൊ വീടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ. അപ്പൊ വേലക്കാരനല്ലേ? അല്ല അല്ല, തങ്കപ്പച്ചേട്ടൻ മരിച്ച ദിവസം ഞാനും വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുന്നു. അടുത്ത ദിവസം തിരിച്ചു വന്നപ്പോഴാ വിവരം അറിഞ്ഞത്. അന്ന് മുതൽ ഇവിടം വരെ ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാ സാധിച്ചത്. മരിച്ചത് എന്റെ അളിയനാ, ഇവളുടെ ഭർത്താവ്, ഇവളുടെ മക്കളായത്. ഇത് ജയശ്രീ, അത് മൂത്തവള് ശ്രീദേവി. പഠിക്കുകയാണോ? ശ്രീദേവിക്ക് ഡിഗ്രി ഉണ്ട്. ജയശ്രീ 10ാം ക്ലാസ്സിൽ തോറ്റു. എന്നാ പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോത്താ? ഇപ്പൊ അതൊരു ഫാഷൻ. മാത്രമല്ല, പെൺകുട്ടികൾ കല്യാണം കഴിയുന്നത് വരെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നത് നല്ലതാ. ഇലക്ട്രോണിക് യുഗത്തിന്റെ ഡിഗ്രി ഉള്ളതല്ലേ, ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചതുകൊണ്ട് എനിക്ക് ജോലി കിട്ടും. ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അയച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. മന്ത്രിതലത്തിൽ ഒന്ന് പുഷ് ചെയ്താലേ കാര്യം നടക്കൂ. ഓ, ഞങ്ങൾക്ക് ആരിയിരിക്കുന്നു മന്ത്രിയെ കാണാനും ശുപാർശ ചെയ്യാനും ഒക്കെ. ദാ ഇരിക്കുന്നു വിഷ്ണു. വിഷ്ണു വിചാരിച്ചാൽ ശ്രീദേവിക്ക് ജോലി ഇവിടെ കൊണ്ടുതരും. തോമസൂട്ടി, നീ എന്തായി പറയുന്നു? ഇവരറിഞ്ഞോണ്ട് ഒരു കുഴപ്പമില്ല. ദേ, ആരോടും പറയരുത്. മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് ചെന്നപ്പോ ആശുപത്രിയിൽ കംപ്ലീറ്റ് സഹായവും ചെയ്തു കൊടുത്ത ആരാ? അമേരിക്കൻ പ്രസിഡന്റ്. ഈ ഇരിക്കുന്ന വിഷ്ണു. വേണ്ട വേണ്ട, എനിക്കറിയാം. വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നത് വിഷ്ണുവിന് ഇഷ്ടമല്ല. ഒരു പ്രത്യേക സ്വഭാവക്കാരന്. വിഷ്ണു വിചാരിച്ചാൽ ശ്രീദേവിയുടെ ജോലിക്കാരും ഈസി ആയിട്ട് നടക്കും. ഈ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു സഹായമായിരിക്കും. അതിനുള്ള ബാധ്യത വിഷ്ണുവിനുണ്ടല്ലോ. ബാധ്യതയോ? സാധ്യത. വിഷ്ണു എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, മോന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അത് പിന്നെ ഞാൻ ശ്രമിക്കാം. നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂന്ന് നിനക്കറിയുള്ളതല്ലേ? എന്റെ മനസ്സും ബുദ്ധി മരവിച്ചു പോയി. ആ, ഇനി ഈ പരിസരത്ത് എന്തായാലും നിൽക്കണ്ട.
കണ്ടോ പെണ്ണും പിള്ളെ തല്ലാൻ കേരളത്തിൽ എങ്ങും സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ താൻ മദ്രാസി കടപ്പുറത്ത് കൊണ്ടിട്ട് തല്ലുന്ന ചെറ്റേ. ഓ എഴുന്നേറ്റ് പോടോ. എന്തൊരു ബലാ. മാറ്റി പിടിച്ച് മാറ്റി. ഒരു കാര്യം. ഇവനാ പഴയ ചാൻസ് അല്ലേ? നമസ്കാരം. സിപ്പിച്ചേട്ടനും ചൊപ്രച്ചേട്ടനും ഇവിടെ ലൊക്കേഷൻ നോക്കാൻ ഇറങ്ങിയതായിരിക്കും. ഇവർ രണ്ടുപേരും എന്റെ ഗുരുക്കന്മാരാ. നിങ്ങളെല്ലാരും പോയിക്കേ. ബ്രേക്ക്. സാർമാർ വന്നട്ടെ. വരണം സാർ. ഞാനിപ്പോ ഒരു സിനിമാ സംവിധായകനാണ്. അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ? അഭിനയിക്കാൻ നടന്നു, അവസരം കിട്ടിയില്ല. കഥ എഴുതാനോ പാട്ട് എഴുതാനോ ഉള്ള കഴിവില്ല. എഡിറ്റിംഗ് അറിയില്ല, ക്യാമറ അറിയാനേ വയ്യ, ഒരു ചുക്കും അറിയില്ല. അപ്പോ പിന്നെ ഒരു സിനിമാ സംവിധായകനാണ് ബുദ്ധി എന്ന് മനസ്സിലായി. എന്റെ ആദ്യ പടത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്പർ 1 തിരമാലകളുടെ തീരം, മദ്രാസ് സൗത്ത്. ഇതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും. ആവട്ടെ. ഞങ്ങൾ രണ്ടുപേരോടും നന്ദി പറഞ്ഞ് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളാണ് എന്റെ ഗുരുക്കന്മാരെന്ന്. അതാണ് പറഞ്ഞത്, മനസ്സിലാവുന്നില്ലെന്ന്. ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന വിദ്യ നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. ആ വിദ്യയിലൂടെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസറെ ഞാൻ വീഴ്ത്തിയത്. 2 ലക്ഷം രൂപ മതി പടം തുടങ്ങാൻ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അയാളെ വിശ്വസിച്ചു. ഇപ്പൊ 11 ലക്ഷം രൂപയായി. ഇനിയിപ്പോ അയാൾക്ക് കിട്ടേച്ച് പോകാൻ പറ്റുമോ? അല്ല, സ്വർണമാലയൊക്കെ വിറ്റോ? സുഹൃത്തെ, എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഞങ്ങൾ. കട്ടത് ചുട്ടുപോകും എന്നൊരു പഴമൊഴിയില്ലേ? ഒരു കാലിച്ചായ വേണേല് ഇനി വല്ലതും കട്ടിട്ട് വേണം. സന്തോഷം. ദോ ചോറോക്കി കഹാനി അല്ലേ? അതിന്റെ അർത്ഥം പിന്നെയാ എനിക്ക് മനസ്സിലായത്. ഞാൻ ഡെയിലി പിച്ചക്കാർക്ക് ഒരു 100 രൂപയെങ്കിലും കൊടുക്കാറുണ്ട്. ഇതാ 50 രൂപയുണ്ട്, വെച്ചോ. വരട്ടെ. ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ധർമ്മ. എന്തു കുന്തമായാലും തൽക്കാലം 4 ഇഡ്ഡലി കഴിക്കാനുള്ള വകുപ്പായല്ലോ. വാ. അവനിത് ചെയ്തല്ലോ. ഇങ്ങനെ വെറുക്കാൻ മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ അവനോട് ചെയ്തത്? ആൾക്കാരെ മുഴുവൻ കൂട്ടണോ? ആശുപത്രി ലീവ് പോലും കിട്ടാത്തൊരു തസ്തിയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ. അളിയൻ വന്നു എന്നറിഞ്ഞ ആ നിമിഷം തന്നെ ലീവ് പോലും എടുക്കാതെ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് ആംബുലൻസിലൂടെ വന്നത്. അമ്മയ്ക്ക് ഞങ്ങളുടെ വിഷമം മനസ്സിലാവില്ല. ദേ വന്നല്ലോ. അല്ല, എല്ലാരും ഉണ്ടല്ലോ. അളിയനും ചേച്ചിയൊക്കെ ഇപ്പൊ എത്തി. ഞങ്ങള് നിക്കണോ പോണോ? നിന്റെ പെർമിഷൻ കിട്ടിയിട്ടാവാമെന്ന് വെച്ചു. നിക്കാനും പോകാൻ എന്റെ പെർമിഷന്റെ കാര്യം എന്തുവാ? അല്ല, എന്താ ഇവിടെ പ്രശ്നം? ഇവൾ നിന്റെ ആരാ? എന്റെ ചേച്ചി. വെറും ചേച്ചിയാണോ? അല്ല, കൊച്ചേച്ചി. ഭർത്താവിനേക്കാൾ അവൾക്ക് ജീവനാ പൊന്നാങ്ങളെ. ഊണിലും ഉറക്കത്തിലും അവൾക്ക് നിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. ആണോ ചേച്ചി? 5 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നതാണ് നീ. പെട്ടി പൊട്ടിക്കുമ്പോ ഈ കൊച്ചേച്ചെ വിളിച്ചോ നീ? ഓ, അതാണ് ആ കാര്യം. കുടുംബക്കാരെക്കാളും വലുതാണല്ലോ കൂട്ടുകാര്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, കുട്ടിരാമൻ പറഞ്ഞില്ല, അവര് പറഞ്ഞു. എവര്? നിന്റെ കൂട്ടുകാരില്ലേ, ആ കൊരങ്ങന്മാര്? അതൊക്കെ പോട്ടെ. ഒരു പെട്ടിയില്ലേ ഞാൻ പൊട്ടിച്ചുള്ളൂ. ഇനിയും ബാക്കിയുണ്ടല്ലോ 4 പെട്ടി. അപ്പൊ മൊത്തം 5 പെട്ടി ഉണ്ടോ? മൊത്തം 5 പെട്ടി ഉണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ അബ്ബേ. കുട്ടിരാമൻ എന്നാണോ പേര്? അതെ. നമ്മളാരാ മനസ്സിലായില്ല. ഞങ്ങൾ പൂങ്കുളിശ്ശേരി തറവാട്ടിൽ നിന്ന് വരുന്നവരാ, സുമതിയുടെ ബന്ധുക്കൾ. സുമതിയെ നിങ്ങൾ പെണ്ണ് ചോദിച്ചിരുന്നില്ലേ? ചോദിച്ചിരുന്നു. ആസ്തിയും ചുറ്റുപാടും അറിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെന്താ? വരൂ, അതോടെ ഇരിക്കാം. വരൂ വരൂ വരൂ, അങ്ങോട്ട് കയറിയിരിക്കാം. ചെന്നോളൂ. അതെ, സുമതിയുടെ ബന്ധുക്കളാ. തൽക്കാലത്തേക്കെങ്കിലും എന്നോടുള്ള ദേഷ്യമൊക്കെ ഒന്ന് മറക്കണം. എന്നിട്ട് നല്ല അളിയന്മാരെ നിന്ന് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. ഞങ്ങൾക്ക് എന്ത് വിദ്വേഷം. ചട്ടിയും കലമൊക്കെ ആവുമ്പോ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമല്ലേ. ഞങ്ങള് പാവങ്ങളാ. പണം തന്ന് സഹായിക്കാൻ നിവൃത്തിയില്ല. ബുദ്ധിയും യുക്തിയും കൊണ്ട് ഇതുപോലുള്ള ചില സഹായങ്ങൾ ചെയ്തു തരാം. അത് മതി. ഹലോ, തന്നില്ല. കുട്ടിരാമന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അളിയന്മാരാണ് നോക്കുന്നത്. കുടിച്ചാട്ടെ. ഇതെന്താ ഇത്രയേറെ ഗ്ലാസ്? അതിനെന്താ ആവശ്യമായ അടുത്ത് കഴിച്ചോളൂ. എനിക്ക് ഹോർലിക്സും ബൂസ്റ്റും ഒരേ സിപ്പ് കഴിക്കുന്നതാ ഇഷ്ടം. ഭയങ്കര ടേസ്റ്റാ. കുട്ടിരാമൻ ഗൾഫിൽ പോയിട്ട് വന്നതിന് ശേഷം ഇതൊക്കെ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ. കുഴൽപ്പണം അല്ല, കുഴൽ പാനീയങ്ങളെ വേറെ ഉണ്ട്. ഈ ആശയിട്ട് വലിക്കുന്നത് എടുക്കട്ടെ? വേണ്ട. അല്ല, ഇങ്ങോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടില്ലേ? ഫ്രണ്ടിലെ റോഡ് അത്ര ശരിയല്ലേ?
എന്റെ തന്നെ ബെൻസുകാർ ഞാനൊരു ഫ്രണ്ടിനെ വിട്ടിട്ടിരിക്കുക. ഒരു കോൺക്രീറ്റ് റോഡ് ഇപ്പൊ വരുന്നുണ്ട്. 4 ലക്ഷം കൊടുത്തു കഴിഞ്ഞു. ബ്ലാക്ക് 3-4 ലോറിയും 4-5 ബസ്സും ഇപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ, ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തുടങ്ങാൻ അടുത്ത പരിപാടി. മൊത്തത്തില് ഇവിടെ ഇപ്പൊ സൗകര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷെ വീടെല്ലാം പുതുക്കി പണിയാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. കൊട്ടാരം വാങ്ങിയെന്ന് കേട്ടു. അയ്യോ അത് പറഞ്ഞോ? അയ്യോ, അതൊരു പശുത്തൊഴുത്ത്, വെറും 34 ലക്ഷം രൂപ. അയ്യേ, 34 ലക്ഷം എന്നുള്ളത് വെറുതെ രേഖയിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ശരിക്കും 75 ലക്ഷം ഉണ്ട് ഈ ഇങ്ങോട്ടക്കാരെ ഒട്ടിക്കാൻ വേണ്ടിട്ടെ. ഈ എമൗണ്ട് എങ്ങനെ പേ ചെയ്യും? വേണോ? അതിപ്പോ ബ്ലാക്ക് മണി ആയിട്ടല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇൻകം ടാക്സ് പറഞ്ഞാൽ അവരപ്പ പറഞ്ഞില്ലേ ആരെ പാർട്ടി അവര്. എന്താ ഇൻകം ടാക്സിനോട് ഇത്ര വിരോധം? വിരോധം ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ അവരുടെ കയ്യിലൊക്കെ ചെന്ന് പെട്ടാലുള്ള തലവേദന ഓർത്തിട്ടാ. ദാനം ചെയ്താലും അവർക്ക് ഒറ്റ പൈസ കൊടുക്കില്ലെന്നാണ് കുട്ടിരാമന്റെ പിടിവാശി. ഇനിയിപ്പോ എങ്ങാണ്ട് ഒരു മുഖ്യമന്ത്രി തന്റെ ദത്തുപുത്രന് നടത്തിയതുപോലെ സുമതി സമ്മതിച്ചാൽ ആർഭാടമായിട്ടൊരു കല്യാണം, അതാ എന്റെ അടുത്ത പദ്ധതി. അല്ല, അപ്പോഴും ഇൻകം ടാക്സിനെ പറ്റിക്കാൻ ഞാൻ ചില പദ്ധതികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. സത്യാവസ്ഥ തുറന്നു പറഞ്ഞേനെ നന്ദി. വി ആർ ഫ്രം ഇൻകം ടാക്സ്. വെറുതെ തമാശ പറയില്ലേ. ലഡ്ഡു ജിലേബി എടുത്ത് കഴിക്കും. മതിയായ രേഖകളുമായി ഉടനെ ഓഫീസിൽ സറണ്ടർ ആവണം, അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ഞങ്ങളുടെ എത്തും. അളിയാ വിട്ടേരെ. അളിയാ കുടി 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 കുടി. മതി മതി മതി. കുട്ടിരാമ അളിയാ അളിയാ പോയി. അദ്ദേഹം കാലത്തുടന്ന് പോയതാ. ചെക്ക് മടങ്ങിയോ? മടങ്ങാൻ വഴിയില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മാനേജരാ, അപ്പു നായർ. അപ്പു. ഓ, വന്നാൽ അങ്ങോട്ട് വിളിക്കാൻ പറയാം. വരൂ. അപ്പു പുറത്തു പോയിരിക്കുക. വരൂ, ഇരിക്കൂ. അപ്പു പറഞ്ഞിരിക്കുമല്ലേ, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക, ആരും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഫോട്ടോസ് വല്ലതും കയ്യിലുണ്ടോ? മനസ്സിലായില്ല. അല്ല, ഫോട്ടോസ് കണ്ടാൽ ഏകദേശം രൂപം കിട്ടും. ഞാൻ പടത്തിൽ അഭിനയിക്കാൻ വന്നതല്ല, അപ്പുനെ കാണാൻ വന്നതാണ്. അപ്പുവായിട്ട് എന്താ? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വെറും? ഓ, അപ്പുവിന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലേ? കുറച്ചു നേരമായോ വന്നിട്ട്? ഇതാ ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പു ഒരു കാര്യം ചെയ്യും, ആ ചായ ഒരു 3 ആക്കി ഒഴുക്കി. ഞാൻ ഇപ്പൊ വരാട്ടോ. എന്റെ മുഖത്ത് നോക്കൂ. മാനേജർ കം അക്കൗണ്ടന്റ് അല്ലേ? അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അപ്പോ ശമ്പളം എത്രയാന്നാ പറഞ്ഞ? 1000 രൂപ അല്ലേ? അപ്പോ ഒരു സത്യമെങ്കിലും പറയൂ, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. എത്ര ശമ്പളം? സത്യം പറയാലോ, 750 രൂപയുള്ളൂ. തൽക്കാലം മറ്റു നിവൃത്തിയില്ലാത്തോണ്ടാ. അപ്പോ ഞാനിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു അല്ലേ? ഇനി ഞാൻ പറയട്ടെ, അപ്പന് എത്ര ശമ്പളം എന്ന്? വേണ്ട. എന്നാ അപ്പു തന്നെ പറയൂ. എന്നോട് ദേഷ്യം തോന്നരുത്. 300 രൂപയാണ് ശമ്പളം. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ, ഇതിലൊരു കള്ളത്തരല്ല കേട്ടോ. ബില്ലെന്താ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പന്റെ വീട്ടിലേക്ക് അയക്കാ.
നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? വില്ലേജ് സുരേഷ് മേനോൻ സാർ കണ്ടോ? ആ ഇല്ലെന്ന് തോന്നുന്നു. ആ അതാ കുഴപ്പം. അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാണ് വേറെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലുടെ കൈ കൊടുത്താൽ മതി, അത് പാസ്സായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലേ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ സാറേ, ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണം പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞു? അല്ല, ഈ കാശ് ഉടനെ ശരിയാക്കാം. ആ അയ്യോ നോക്കടാ, യുദ്ധഭൂമിയിൽ യോദ്ധാവിന്റെ തല മാത്രം അറ്റുകിടക്കുന്നു. നമുക്കേ ചവറ് കൂട്ടിയിൽ കത്തിക്കാം. പറമ്പില്ല പുകർത്താൻ പറയാതെ യോദ്ധാവിന്റെ ഉടല് മണ്ണും കടി കൊണ്ടറാ. അയ്യോ നമുക്ക് പൊക്കിയെടുക്കാം. പിടിച്ചോ. എന്താ ആലോചിക്കണേ? ഒന്നുമില്ല, ഇപ്പൊ വേണ്ട. ഞാൻ ഒരു ദിവസം വിളിക്കും. അന്ന് രോഹിണി വരണം. വരില്ല എന്ന് പറയരുത്. ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി. അതെയോ? പഴയ വലിയ തറവാടാ. നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക. വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. ഇതാണോ വീട്? ആ അല്ല, ആയിട്ടില്ല. നടന്നോളൂ. ഇത് തന്നെയാ വീട്. കാടും പിടലൊക്കെ പിടിച്ച് കിടക്കുക പറഞ്ഞിട്ട്? അല്ല, പണ്ട് ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. അപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടലവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. അപ്പൊ വരണം കേട്ടോ. നാല് തവണ ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു. വക്കീല് തിരിച്ചു വിളിച്ചില്ല. എന്താ കാര്യം? അത് അല്പ തിരക്കുണ്ടായിരുന്നു. അല്ല, 2 കേസ് വിധിയായത് ഞാൻ അറിഞ്ഞു എന്ന് വക്കീലിന് മനസ്സിലായി. രണ്ടും ഞാൻ ഇടപെട്ട് രക്ഷപ്പെടുത്തിയ കേസ്. കിണറ്റിൽ ചാടി കാലൊടിഞ്ഞവനെ കാറിടിച്ചതാക്കി. ആ കാർ ഏർപ്പാട് ചെയ്തതും ക്രിമിനൽ കേസാവാതെ FIR എഴുതിയതും ആരാ? ഞാൻ. 2 കേസും വിധിയായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ചെക്ക് കിട്ടണ്ടേ? അവിടെ സമരമാണ്. പത്രത്തിൽ വായിച്ചില്ലേ? ഇന്നലെ ആ സമരം പിൻവലിച്ചത്. ഒരാഴ്ചക്കകം ചെക്ക് കിട്ടും. കിട്ടിയാൽ ഉടൻ ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ ജബ്ബാറെ. സ്റ്റേഷനിൽ വെച്ച് പേര് വിളിക്കാതെ കോൺസ്റ്റബിൾസ് കേട്ടാൽ എന്റെ വീട്ടിൽ പോവും. ജബ്ബാറിന് ഇപ്പൊ എന്താ വേണ്ടേ? ജബ്ബാറിനെ ഞാൻ ജബ്ബാർ സാറേ എന്ന് വിളിക്കണം. അത്രയല്ലേ ഉള്ളൂ ജബ്ബാറിന്. വക്കീൽ എന്ത് പണ്ടാരം വേണമെങ്കിലും വിളിക്ക്. നമ്മുടെ പ്രശ്നം ഒരു കോൺഗ്രസ്സുകാരാണല്ലോ, അല്ലേ? അതെ, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം. അതിനുള്ള ട്രെയിനിങ് ഒന്നും എനിക്കില്ല. നമുക്ക് നമ്മളെ പഴയ കളി കളിച്ചാൽ പോരെ വക്കീലെ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഒപ്പിക്കണം. അവിടെയല്ലേ കുഴപ്പം. കണ്ട ആപ്പ ഉപ്പയ്ക്കൊന്നും കോൺഗ്രസ് ഇല്ല. ഉള്ളവരാരും നമ്മുടെ ഈ തിരിമറിക്ക് കൂട്ടു നിൽക്കുകയുമില്ല.
അപ്പൊ പിന്നെന്ത് ചെയ്യും? ഇടിച്ച ഒറിജിനൽ കോൺഗ്രസ് എന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? അതൊന്നും എനിക്ക് അറിയണ്ട. 5 ലക്ഷത്തിന്റെ ക്ലെയിമാ. 5 ലക്ഷം? അതെ സർ, ഈ പ്രദേശത്ത് കോൺഗ്രസ് ആക്കാറുള്ളവരുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. 2 ദിവസത്തിനകം റിപ്പോർട്ട് എനിക്ക് കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. യു ക്യാൻ ഗോ. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു. അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ. കഷ്ടം. എന്തോ ഇഷ്ടമായെന്ന്. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, അമ്മാവന്റെ സ്ഥാനത്ത് നീ വന്നു വേണം തീരുമാനം ഉണ്ടാക്കാൻ. പെട്ടൊന്ന് തുണ്ടൻ 2, അതാണല്ലോ നിന്റെ പ്രകൃതം. അതോടെ നീ ഒന്ന് പറഞ്ഞാ അതിന് മറുവാക്കില്ല. എല്ലാരും അനുസരിച്ചോളൂ. അച്ചാച്ചാ, ലൂട്ടി കഴിഞ്ഞ് വരുമ്പോ എനിക്ക് 2 ഐസ്ക്രീം കൂടെ കൊണ്ടുവരണം കേട്ടോ. എന്റെ പൊന്നു മോക്ക് എത്ര ഐസ്ക്രീം വേണമെങ്കിലും അച്ഛൻ കൊണ്ടുതരും. പോരെ? മോട്ടായി വേണം, പിന്നെ മാലേ ഒക്കെ കൊണ്ടുതരാം. എന്റെ മോള് പോയി കളിച്ചോളൂ. 10-20 വയസ്സായില്ലേ ഇതിന്? ഈ പെണ്ണിനെ ഇനി ലാച്ച് എങ്ങനെയാണാകുക? ലക്ഷ്മി മരിച്ചിട്ടും ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മോക്ക് വേണ്ടിയാ. ബുദ്ധി വളരാത്ത കുട്ടിയല്ലേ അവൾ. എന്താഗ്രഹിച്ചാലും ഞാനത് സാധിച്ചു കൊടുക്കും. ആകാശത്തുള്ള അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞാൽ പോലും പറ്റുമെങ്കിൽ എന്റെ മോക്ക് വേണ്ടി ഞാൻ അതും വെടിവെച്ച് വീഴ്ത്തും. പോവാണോ? കുട്ടിരാമന്റെ കാര്യത്തിനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. പോട്ടെ മോളെ. അച്ചാച്ചാ, ഈ വല്യമ്മനെ കാണുമ്പോ ഇപ്പൊ പൊട്ടാസിലെ പോലെ ഇല്ലേ? അതെന്താ മോളെ സാധനം? അതെ, ഞങ്ങള് മൃഗശാലയിൽ പോയപ്പോ കണ്ടതാ. കാണാൻ നല്ല ചേല. അയ്യേ, എനിക്കിഷ്ടായില്ല. എരുമേനെ പോലെ വൃത്തിയായിട്ടൊരു ജന്തു. ഉമ്മാതല്ലടി നീ മന്ദബുദ്ധി ആയത്. സുപ്രമണിയില്ലേ പാട്ടി? உள்ள இருக்கு. ஐயோ ஐயோ, நாசம் பண்ணிட்டானே கடவுளே, இந்த வீட்டோட ஐஸ்வர்யம் எல்லாமே போச்சு. ஐயோ கடவுளே, நான் என்ன செய்வேன்? ஐயோ பாட்டி, என்ன ஆச்சு பாட்டி? இதோ பாருடா, இந்த பாவிக்கு என்ன கொடுமை பண்ணிருக்கேன் நீயே பாருடா. என்ன பண்ணிருக்கு? ഞാൻ ഒന്നും പണിയില്ല. എന്റെ മുടിപ്പേര് അമ്മച്ചാണ്. ഞാൻ ഒന്നും ചെയ്തില്ലേ? செய்யலையா? ചെയ്യല്ലേ? இந்த மூளையோட காலில என்ன போட்டிருக்குன்னு பாருடா. കാലില് ചെരുപ്പ്. அது தெரியாம போட்டிருக்கும் பாட்டி. அது எப்படி தெரியாம போடுவோம்? தப்பு பண்ணிட்டு தெரியாம என்ன சொன்ன எப்படி? என்ன பாத்து மாதிரி முழிச்சிட்டு இருக்கு? பதில் சொல்லு. பண்ணினது தப்புதானே? തപ്പ് തപ്പ്. எவ்வளவு தைரியம் இருந்தா தப்புன்னு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன். அந்த ஆளு பாவம் பாட்டி. தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன். அது எப்படி உனக்கு தெரியும்? உன்கிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசகியத்தை வீட்டுக்குள்ள ஏத்தாதேன்னு? இதோ பாரு பாட்டி, நீ தான் எனக்கு சொல்லி கொடுத்திருக்கு தெரியாம தப்பு பண்ணா அது தப்பல்லன்னு. அதனால இந்த ஆளை மன்னிச்சிட்டு பாவம். முதல்ல அதை எடுத்து வெளியில போட சொல்லு. അയ്യോ ഏതാ? அதை எடுத்து புறத்துட்டோம். വീട്ട മുണ്ടം പാട്ടി. பாட்டி ശങ്കര ശങ്കര ഒന്ന് നിന്നോ. എന്തിന്? ഈ കരിവാട് കിളവിയൂടെ ഉള്ളപ്പോ എന്തിനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ഞ മനസ്സിൽ കഴിയല്ലേ. ആദ്യം ഒരു ചാവട്ട്, എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ. സ്വാമി, അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യും. പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഗേറ്റ് ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോർഡ് എഴുതി തൂക്കി. പല പരട്ടെ കിളവി ചാവിയില്ല. ഒന്നും പറയരുത്. എവരെവിടെ നിന്ന് കിട്ടി? പോന്നോളൂ, എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ. ചെയ്യുന്നരുതെന്ന് പറയാൻ വരികയായിരിക്കും. ആവാം, ആവില്ല. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഒവ്വ, അങ്ങോട്ട് വന്നോളൂ. ഒവ്വ വാടോ സാറേ, തമ്പുരാൻ വിളിച്ചിട്ടല്ലേ? അയ്യോ തമ്പുരാനോ, എന്നെ അങ്ങനെ വിളിക്കണ്ടാട്ടോ. ഞാൻ വെറൂര് നായരാ, ആനരാമൻ നായർ. എന്നെ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. എങ്കിൽ ആന നായർ. നടന്നു വാടോ സാറേ. പോന്നോളൂ, നേരെ കയറി പോന്നോളൂ. അയ്യോ തീണ്ടാനാ ഞാനില്ലപ്പ. മുതലാളി വിലക്ക് വാങ്ങിയ കോവിലല്ലേ ഇത്? എന്നാലും പഴയ പേടിയേ. പണ്ട് ലതിലൂടെ പോകുമ്പോ ഇങ്ങാട്ടൊന്ന് നോക്കിയെങ്കിലായി. അന്നൊക്കെ ഇങ്ങാട്ടൊക്കെ നോക്കാൻ പോലും പേടിയാണേ. കൊള്ളാം, പേടിക്കാതിരിക്കാൻ ഒക്കുവോ? കാര്യം പേടിക്കാൻ കാര്യം. എന്റെ മുതലാളി, കാര്യം എന്താണെന്ന് മുതലാളി തന്നെ പറഞ്ഞാ മതി. എനിക്കറിയാൻ പാടില്ല. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും.
എടോ പണ്ടേ ഈ നാട് വാണിരുന്ന തമ്പുരാക്കന്മാരുടെ കോവിലകാണിത് അറിയായ? ആ അന്നൊരിക്ക എന്റെ അച്ഛനും അമ്മയും കൂടെ ഒന്നാം മരുന്നിന് പോയൊരു കഥയുണ്ട്. ആ കഥ താൻ കേട്ടിട്ടുണ്ടാടോ സാറേ? സ്റ്റൂളിങ്ങിട്ട് എടുക്കാം, ഇരുന്നണ്ട് കഥ പറയാനായിരിക്കും. അങ്ങനെ ഇപ്പൊ ഇരുത്താണ്ട. താൻ കേട്ടിട്ടുണ്ടാടോ സാറേ? ആ കഥയോ? ആ കഥ ഞാൻ കേട്ടിട്ടില്ല. മാറിയുന്നേ തന്നെ പിന്നെ എന്നാത്തിന് കൊള്ളാടോ പരമ. സമ്മതിക്കാൻ സമ്മതിക്കാൻ പറ്റില്ല. ആട്ടോയോ? എന്താ കാണത്തെന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചോ? ആട്ടോയിലെങ്കിൽ ആട്ടി പോകുമ്പോഴത്തേക്ക് മിനിസ്റ്റർ അങ്ങ് ഊട്ടിയിലെത്തിയിരിക്കും. ഹിരോഷ നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട്? ഗോൾ അടിച്ചല്ലോ. മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് മുഴുകിക്കണേ. ഇപ്പൊ തന്നെ ലേറ്റായി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും. അസംബ്ലിയിൽ ആന കയറിയത് പോലെ ആയി പോകും നിന്റെ ജീവിതം. ഹായ് ഹായ് ഫിഫി ഡാർലിംഗ്. ഹായ് സുധു ഡാർലിംഗ്. നാളെ ഫിഫിയുടെ ബർത്ത്ഡേ ആണ്. നീ വൈകിട്ട് വീട്ടിലെത്തണം. ആ ബേക്കറി സാധനങ്ങളോ ചിക്കൻ പോർക്കലൈനോ ഡാർലിംഗ്? മെനു പറഞ്ഞാലേ വരത്തുള്ളൂ ഡാർലിംഗ്. ഒരു ആകാംക്ഷ ഉണ്ട് ചോദിച്ചതാ. എടാ നീ ഫ്രെഡിയെ കണ്ടോ? ജെട്ടിയും ബെന്നിയും വിട്ട് അപായ പലകയുടെ താഴെ ഇരിപ്പുണ്ട് ഫ്രെഡി ഡാർലിംഗ്. ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരും. ഞങ്ങൾ അവിടെ കാണത്തില്ല. അയ്യോ ആ കാണണമെന്നില്ല. ഞാൻ ഡാഡി പട്ടാളത്തിന് വളച്ച് 2 സ്മോൾ അടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോളാം. ഓക്കേ വരേ. എക്സ്ക്യൂസ് മീ. താങ്ക്സ്. ഹലോ ഹലോ ഹലോ. Excuse me. You want a coin? താങ്ക്സ്. No, mention. ഹലോ ഹലോ, ഞാൻ അമ്മിണിക്കുട്ടിയാ. ആ ചേച്ചിക്ക് തരാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരാളൊരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, മോശം പറഞ്ഞിട്ടുണ്ട് ഞാൻ. ആരെങ്കിലും അയച്ചാ മതി. ശരി. ഇല്ല, വിശേഷമൊന്നുമില്ല. എന്നാ വെക്കട്ടെ. ഹലോ. ആ സൂപ്പല്ലേ? അപ്പുവാ? അല്ലല്ല, ഓഫീസിൽ നിന്നല്ല. എന്തായുടെ പേര്? ഓ സദാശിവൻ. അയാളോട് നാളെ വന്ന് ചോദിച്ചോളാം. മറ്റേ ആളോ? എന്താ ഉറുപ്പേ, നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഞാൻ ജോലി വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞ എന്താണ്? ആ എനിക്ക് ചില വലിയ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് അവർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റുമോ? ആ ശരി ശരി, ഞാൻ നോക്കട്ടെ. നാളെ കാലത്ത് എന്നെ ഫോൺ ചെയ്യും. ഓക്കെ. എന്താ ഇത്? അത് കൊള്ളാം. 50 പൈസ തരാൻ വേണ്ടിയാണ് ഇത്ര തരം നിന്നത്. നമ്മളൊക്കെ മലയാളികളല്ലേ. പേര് മനസ്സിലായി. അമ്മക്കുട്ടി എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു സെയിൽസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. സാറ്? നോ സാർ, ഞാൻ അപ്പു. അപ്പൂന്ന് വിളിച്ചാൽ മതി. ആ അമ്മക്കുട്ടിയുടെ നാടെവിടെ? ഒറ്റപ്പാലത്ത്. അപ്പൊ നമ്മൾ നാട്ടുകാരാണല്ലോ. എന്റെ വീട് ഷൊർണൂരാ. ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിൽ ടെക്നിക്കൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. ഓട്ടോ സോറി, കുറച്ച് ധൃതിയുണ്ട്. ഹലോ, പണിക്കർ സാറല്ലേ? ഞാൻ അപ്പുവാണ്. ബാബു പറഞ്ഞിരുന്നില്ലേ? അപ്പു സാർ, എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് ചെറുപ്പിട്ട് തരണം. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ്. ദാ ശരി ശരി. അപ്പൊ വത്സല പഠിപ്പ് നിർത്തി. വീട്ടിലിപ്പോ ആരാ ഉള്ളത്? കുസുമ?
ആ കുട്ടിയെ കൊണ്ട് കിട്ടുക. എന്തൊക്കെയാ ചാക്കപ്പ? ഡോക്ടർ ഉണ്ടോ ഭാഗത്ത്? ആ ഉണ്ട്. ഞാൻ ഡോക്ടറെ ഒന്ന് പ്രത്യേകം കണ്ടിട്ട് വരാം. വല്ല വിടക്ക് മരുന്ന് എടുത്ത് കുത്തിവെച്ച് കളയുന്നല്ലോ. നമുക്കിപ്പോ എന്താ വേണ്ടേ? ആദ്യത്തിന് തന്നെ അങ്ങ് പിടിക്കണം, അത്രല്ലേ ഉള്ളൂ. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. നിൽക്കാം. ബാക്കിയുള്ളവന് വല്ലതും 2 ചില്ലാനം തടയണ കേസാ ഈ കോഴിത്തമ്പര ആട്ടി തെളിച്ചുകൊണ്ട് വന്ന് ഇല്ലാണ്ടാക്കണേ. അങ്ങോട്ട് എഴുന്നള്ളി പ്രത്യേകമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പശുവിന് ജന പിടിക്കില്ലല്ലോ. ഈ തമ്പുരാന് നാണമുണ്ടോ ചാക്കപ്പ? ഈ കണ്ട നായന്മാരുടെ തിണ്ണതരങ്ങ് എന്തോ ഒരു നല്ല കോലോത്തയ. അവിടെ ഇങ്ങനെ ഒരു വിത്ത് പറന്നൂലോ. ശിവ ശിവ, തെണ്ടി നടന്ന് വില കളയാ. വില കളഞ്ഞ അതിനുള്ള ഗുണമുണ്ട്, മെനക്കെടാൻ കോഴിത്തമ്പരാന് സമയമുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ തമ്പരാൻ ഏത് തിണ്ണേം നിരങ്ങും. ഇപ്പൊ തന്നെ എന്താ കണ്ടത്? പശുവിനെ കൊണ്ടുവന്നതാ. വരിക. ഇത് നാരായണമ്മ. പശു അതാ. ചാക്കപ്പ, ആ പശുവിന് ഒരു ജേഴ്സി ബ്രീഡ് കൊടുത്തേക്കും. ഓ, ഈ നിസ്സാര കാര്യത്തിന് തമ്പുരാൻ തന്നെ വരേണ്ടിയിരുന്നു. ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ പോരായിരുന്നു. ഞാൻ വേണ്ടത് ചെയ്യില്ലേ? അത് മേനൊരു മോസൂരി പറഞ്ഞതാ. നേരിട്ട് വന്ന് പറയണതും ആളെ പറഞ്ഞേക്കണം തമ്മിൽ വ്യത്യാസം വേണ്ടി വരുമോ? അപ്പൊ വൈകിട്ട് കാണാം. ഞാൻ മുകുന്നമ്മേനോട് നേരിട്ട് പോയി പറഞ്ഞത് ആ മാപ്പിളക്ക് ഇഷ്ടമായില്ല. ഓ പിന്നെ അവന്റെ ഇഷ്ടമല്ലേ ഇവിടെ നോക്കുക. ഇപ്പൊ നാരായണമ്മയുടെ കാര്യമാണെന്ന് വെച്ചാ എനിക്ക് ഉപേക്ഷ വിചാരിക്കാൻ പറ്റുമോ? ഓ ആ നവരാത്രിയാ പറഞ്ഞേ. പരിപാടികളുടെ ഈ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. നൃത്തവും പാട്ടും കൂത്തും. ഞാൻ ചെന്നില്ല വെച്ചാൽ കുട്ടികൾക്കൊരു ഉഷാറാവില്ല. പിന്നെന്താ ചെയ്യാ, കുട്ടികളുടെയും കലയുടെയും കാര്യമായി പോയില്ലേ. അപ്പൊ ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം കൊണ്ട് വരാം. എന്താ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അതെന്താണ്ടാ? ഹെഡിങ്. അപ്പൊ ഏതോ സാക്ഷരത അറിയാവുന്ന പഹരാണ് ഇതിന്റെ കർത്താവ്. സാക്ഷരതയല്ല, സാക്ഷരത, ഇച്ഛ, കക്ഷത്തിന്റെ ഇച്ഛ. നിർത്ത്, വായിക്ക്. കുട്ടിരാമൻ ഒരു മത്തിപ്പാനിയാണ്. മത്തിപ്പാനിയാ? അതാവോ, ഞാൻ കാലാപ്പാനിന്ന് കേട്ടിട്ടുണ്ട്. ഒരു തുറന്നടപ്പുകാരനാണ്, വായ നോക്കിയാണ്. അപ്പൊ അറിയാവുന്ന ആരാണ് എഴുതിയേക്കണത്? വ്യഭിചാരിയാണ്. അത് അക്ഷരതെറ്റില്ലാണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. മറ്റു സ്ത്രീകളുമായി ആവാഹിത ബന്ധമുണ്ട്. അതെന്ത് ബന്ധം? ആവാഹിത ബന്ധോ? അതെന്ത് ബന്ധമാണ്? ആനപ്പിണ്ടം ഉണ്ടായിരിക്കും. അവിഹിത ബന്ധമൊന്നായിരിക്കും. ഉത്തമ തപ്പാതെ വായിക്കും. പിന്നെ മുട്ടിരാമൻ. നിർത്ത്, മതി വായിച്ചത്. മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് തെണ്ടി. പിന്നെ ഓമകത്ത് ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെ എഴുതാ? കുട്ടിരാമൻ രാത്രി ഉറങ്ങുന്നവനാണ്, പകൽ എഴുന്നേൽക്കുന്നവനാണ്, ഉച്ചയ്ക്ക് ഞഞ്ഞം കഴിക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റോ? ആരായി അക്ഷരപ്പിശാച്? കുട്ടിരാമൻ, നിനക്കാരും സംശയം ഉണ്ടടാ? എനിക്കൊരുത്തന്നെ സംശയമുണ്ട്. അതാരാ? നമ്മുടെ കൂടെ തന്നെ അവൻ ഇരിപ്പുണ്ട്. എന്നാ ആദോർന്ന് പറയടാ നമുക്ക്. ഇവൻ തന്നെ, വേറെ ആര്? കുട്ടിരാമൻ ചങ്കി കുത്തുന്ന വർത്താനം പറയരുതിട്ടോ. ചങ്കി കുത്തുന്ന വർത്താനം പറയൂടാ. നിനക്കൊരു ചെറ്റത്തരം കാണിക്കല്ലേ? ഇങ്ങനെ അക്ഷരതെറ്റോട് കൂടി അതിന്റെ കാര്യം എനിക്കില്ല. ഞാനൊരു ഗ്രാജുവേറ്റാ. ഗ്രാജുവേറ്റ്? അതുകൊണ്ട് എന്നാണ് എനിക്ക് തന്നെ സംശയം. നീ വേണമെങ്കിൽ ഇടതി കൊണ്ട് എഴുതും. ഇനി അതല്ലെങ്കിൽ കാല് കൊണ്ട് വരെ നീ കത്ത് ഒരു പ്രാവശ്യം ലെറ്റർ പാറ പണിത് വിചാരിച്ചാൽ എപ്പോഴും ഞാൻ ചെയ്യില്ല കേട്ടോ. ഗുരുവായൂരപ്പനാണ് സത്യം, നിന്റെ അപ്പനാണ് സത്യം, ഞാനല്ലേ ചെയ്തത്. പിന്നെ ആരാണ് ഇത് എഴുതിയത്? നിന്റെ അലിയന്മാരായിരിക്കും. ആ തറവാട്ടിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിനക്കാണല്ലോ. 6ാം ക്ലാസ്സും ഗുസ്തിയും. എന്റെ വിദ്യാഭ്യാസത്തിൽ തൊട്ട് കളിക്കരുത്. നിർത്തുന്നു. മതി. ഇത് ലക്ഷം കേട്ട അവരെന്ന് എനിക്ക് തോന്നണ. എവര്? നിന്റെ അളിയന്മാരല്ലാതെ. അതന്നെ ഞാനും പറഞ്ഞേ. അളിയന്മാരെന്നെയാ. ആ കമലം ഇരിക്കൊന്നും വേണ്ട, കാശിങ് തന്നാ മതി. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി? ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് എന്നൊക്കെ നോക്കണ്ടേ? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം, എടുപിടിയും ഒരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കും ആലോചിക്ക. ആലോചിക്കാനൊന്നുമില്ല. എന്താണോ? ഒന്നുമില്ല, ഞാൻ പല്ല് വെച്ചില്ല. അപ്പൊ എത്ര വേണ്ടെന്നാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ. 365 രൂപ.
എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ. ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇനി ചോദിക്കാൻ ചെന്ന അവന്മാരെന്നെ തല്ലും. കാശ് കൂടി അഡ്വാൻസ് മേടിച്ചിട്ടില്ലേ സ്റ്റേജിൽ കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ മക്കി.